മണ്ഡലത്തിൽ അവിടെ അതീഷിക്ക് ഒരു തവണ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ജൻപുരയിൽ മനീഷ് സിസോദിയ മുൻ ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തിനും ഒരു തവണ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. 2-3 മന്ത്രിമാർ മാത്രമാണ് അല്ലെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നുണ്ട്, മുൻ മന്ത്രി സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുരുക്കം ചിലർ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മുഖം എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, നിലവിലെ മുഖ്യമന്ത്രി അതിഷി പിന്നിലാണ്. രണ്ടാമൻ ആം ആദ്മി പാർട്ടി കേജ്രിവാൾ കഴിഞ്ഞാൽ ആര് എന്നതിന്റെ ഉത്തരം മനീഷ് സിസോദിയാണ്. ഒരുപക്ഷെ മനീഷ് സിസോദിയ അറസ്റ്റിലാണെങ്കിൽ കേജ്രിവാളിന് പകരം അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. അദ്ദേഹം പിന്നിലാണ്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളൊക്കെ തന്നെ പുറകിൽ പോകുന്നു. അങ്ങനെ ഡൽഹി ഏതായാലും ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ, നിലവിലെ സൂചനകൾ, നിലവിൽ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. അപ്പോൾ 70 സീറ്റുകളിലെ വോട്ടെണ്ണൽ വരുമ്പോൾ, വോട്ടെണ്ണൽ പകുതിയോട് അടുക്കുമ്പോൾ ഏതായാലും 44 സീറ്റുകളിൽ BJP, ആം ആദ്മി പാർട്ടി 25, കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. മാത്രമല്ല എല്ലാ മേഖലകളും പൂർണ്ണമായി ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു. കാരണം ഈ ചേരി പ്രദേശങ്ങളാണ് എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയുടെ കരുത്ത്. കാരണം ഒരു മധ്യവർഗത്തിന്റെ ആളായിക്കൊണ്ട് അഴിമതി ചേരി പ്രദേശങ്ങളിൽ എടുത്തു പറയേണ്ടത് എല്ലാ സീറ്റുകളിലും ഇല്ല. ചേരി പ്രദേശത്ത് 10 കണക്കാക്കുന്നത്. അവിടെ എല്ലാ സീറ്റുകളിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോൾ ജാട്ട് ഇൻഫ്ലുവൻസ് മേഖല നോക്കുകയാണെങ്കിൽ 12 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടെയും മേധാവിത്വം പുലർത്തിയിരിക്കുന്നത് BJP തന്നെയാണ്. മാത്രമല്ല ന്യൂനപക്ഷ മണ്ഡലങ്ങളിൽ BJPക്ക് 4 സീറ്റിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വോട്ട്, അവിടെ മാത്രമാണ് ഷിഫ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ 5 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിപ്പോൾ 4 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സംഖ്യയിൽ ചെറിയ വ്യത്യാസം വരുന്നത്. ന്യൂനപക്ഷ മേഖലയിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് പലയിടങ്ങളിലും നടക്കുന്നു. നേരത്തെ BJP ലീഡ് ചെയ്താണ്, അവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നത്. ഈ ന്യൂനപക്ഷ മേഖലകളിൽ 5 സീറ്റിൽ ഒരു ഘട്ടത്തിൽ BJPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവിടെയാണ് ഇപ്പോൾ 4 സീറ്റുകളായി കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊരു നേട്ടം തന്നെയാണ്. ഒരു സീറ്റിൽ പോലും കഴിഞ്ഞ തവണ BJP ജയിക്കാത്ത മേഖലയാണ് ന്യൂനപക്ഷ മേഖലകൾ. അവിടെ ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് 4 സീറ്റുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഡൽഹിയിലും ഇതേ ട്രെൻഡ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂഡൽഹിയിൽ ഏറ്റവും ഒടുവിലത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. പർവേഷ് വർമ്മ BJP ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽക്കാജി, അവിടെ അതീഷിയുടെ മണ്ഡലം, മുഖ്യമന്ത്രിയുടെ മണ്ഡലം, അവിടുത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് നോക്കുമ്പോൾ, പുതിയ റൗണ്ട് വരുമ്പോൾ അവിടെ അതീഷി ഇപ്പോഴും പിന്നിലാണ്. അതായത് 1.5 മണിക്കൂറായിട്ട് അതീഷി പിന്നിട്ട് നിൽക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി പിന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു VVIP മണ്ഡലമായ ജംഗ്പുര, അവിടെ മനീഷ് സിസോദിയയുടെ മണ്ഡലമാണ്. അവിടുത്തെ പുതിയ റൗണ്ടിലെ ഫലമനുസരിച്ച് അവിടെ മനീഷ് സിസോദിയ പിന്നിലാണ്. അതായത് സിസോദിയയും കേജ്രിവാളും അതീഷിയും 1.5 മണിക്കൂറായിട്ട് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും ലീഡ് നിലനിർത്തി